ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരം തിരിച്ചെത്തുകയാണ്. പരിക്കിനെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്ന മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷാണ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. വിശ്രമത്തിലായിരുന്ന താരം തിരികെ എത്തുന്നതോടെ ടീം കരുത്ത് വീണ്ടെടുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2024-25 ISL സീസണിൽ വെറും 4 മത്സരങ്ങളിൽ മാത്രമായിരുന്നു സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വലയ്ക്ക് മുന്നിൽ ഗ്ലൗ അണിഞ്ഞു നിന്നത്. 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ അദ്ദേഹം വഴങ്ങി. 2021 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സംഘത്തിൽ ഈ മലയാളി താരമുണ്ട്. 2026 വരെ നീളുന്ന കരാറാണ് സച്ചിൻ സുരേഷിനുള്ളത്. ക്ലബ് തലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ഇതുവരെ ആകെ 34 മത്സരങ്ങളിൽ ഇറങ്ങി. അതിൽ 9 എണ്ണത്തിൽ ക്ലീൻ ഷീറ്റുമായി കരകയറി. 46 ഗോൾ ഇതുവരെ വഴങ്ങി. മാത്രവുമല്ല, 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തലവേദനയാണ് ഗോൾ കീപ്പിംഗിലെ പിഴവ്. 1-ാം നമ്പർ ഗോളിയായ സച്ചിൻ സുരേഷ് പരിക്കേറ്റ് പുറത്തായതോടെ ഈ പ്രശ്നം രൂക്ഷമായി. സച്ചിൻ സുരേഷിന്റെ അഭാവത്തിൽ 19-കാരനായ സോംകുമാർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വലയ്ക്ക് മുന്നിൽ കാവലായത്. എന്നാൽ ഗോൾ കീപ്പിംഗ് പിഴവിലൂടെ ഗോൾ വഴങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ദയനീയതയായി. ചുരുങ്ങിയത് 1/2 ഡസൻ ഗോൾ ഇത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വഴങ്ങി എന്നതാണ് ഖേദകരം. സച്ചിൻ ഗോൾ വലയ്ക്ക് മുന്നിൽ തിരിച്ചെത്തുന്നതോടെ ഇതിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നവംബർ 24-ന് ചെന്നൈയിൻ എഫ്സിക്ക് എതിരെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മിഖായൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ 8 മത്സരങ്ങളിൽ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. 8 മത്സരങ്ങൾ കളിച്ചതിൽ 2 ജയം മാത്രമാണ് കൊച്ചി ക്ലബിന് ഉള്ളത്. 4 മത്സരങ്ങളിൽ പരാജയപ്പെടുകയും 2 എണ്ണത്തിൽ സമനില നേടുകയും ചെയ്ത ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ ജയം അനിവാര്യമാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായി ലീഗ് ടേബിളിൽ 10-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതേസമയം 8 മത്സരങ്ങളിൽ 3 ജയം ചെന്നൈയിൻ എഫ്സി നേടിയിട്ടുണ്ട്. 3 സമനിലയിലൂടെ നേടിയ 3 പോയിന്റും ചേർത്ത് ആകെ 12 പോയിന്റ് ചെന്നൈയിൻ എഫ്സി നേടി. 2 മത്സരത്തിൽ മാത്രമാണ് ഇതുവരെ തോൽവി നേരിട്ടത്. 12 പോയിന്റുമായി ലീഗ് ടേബിളിൽ 4-ാം സ്ഥാനത്തും ചെന്നൈയിനുണ്ട്. എന്തായാലും ഹോം ഗ്രൗണ്ടിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം ഇനി എങ്ങനെയായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ.